ഗവൺമെന്റിന് ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമാണ് മുനമ്പത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റിന് വിട്ടുകൊടുത്താ എന്തുകൊണ്ട് ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് ഗൗരവതരമായി ഇതിൽ ഇടപെടുന്നില്ല? അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ചെയ്യേണ്ട ഞങ്ങളാണ് അധികാരത്തിലിരുന്നതെങ്കിൽ സമവായത്തിലൂടെ തീരുമാനം ഉണ്ടാക്കുക എളുപ്പമായിരുന്നു, ഞങ്ങൾ ചെയ്യുമായി. ഇതിപ്പോൾ അധികാരത്തിലിരിക്കുന്നത് അധികാരം മുഴുവൻ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ആ സംസ്ഥാന ഗവൺമെന്റ് അതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാനും തീരുമാനമെടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് കേരള ഗവൺമെന്റാണെന്ന് ബോധ്യപ്പെടാൻ കേരളീയ പൊതുസമൂഹത്തിന് സാധിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും ഇത് നീട്ടിക്കൊണ്ടുപോയി വിവിധ സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക എന്നതാണ്. ഭിന്നിപ്പിച്ച് വീണ്ടും അധികാരം നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇടതുമുന്നണി ഈ പ്രശ്നം, മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രശ്നം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത്. അത് അവരല്ലേ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ ബി.ജെ.പി. അത്ര വലിയ ഫാക്ടർ അല്ലല്ലോ. ഇടതുപക്ഷത്തിന് യു.ഡി.എഫിന്റെ അടിത്തറയായിരുന്ന സമുദായങ്ങളെ ഭിന്നിപ്പിച്ച് അധികാരത്തിലേക്ക് വീണ്ടും എത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് മുനമ്പം വിഷയം ലൈവായി നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ തീരുമാനിക്കാവുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പോലും മടിക്കുന്നത്. ധാരാളം നിയമപ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അതായത് കയ്യേറ്റങ്ങൾ ഒരുപാട് വർദ്ധിക്കും. അപ്പൊ ലീഗിന്റെ നിലപാട് എങ്ങനെയാണ്? ഈ കയ്യേറിയ എല്ലാ ഭൂമിയും തിരിച്ചു പിടിക്കണമെന്നാണ്. ഇല്ല, വഖഫ് ഭൂമി ഏതാണ് എന്ന് നോക്കിയിട്ട് അത് വഖഫായി തന്നെ നിലനിൽക്കണം രാജ്യത്തുള്ള നിയമം അനുസരിച്ച്. അതെന്താ സംശയം? കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വഖഫിന് അവകാശപ്പെട്ടതാണെങ്കിൽ വഖഫിന് കിട്ടണം നീതിപൂർവ്വം. ആരുടേതും ഇപ്പൊ എന്റെ ഒരു ഭൂമിയാണെങ്കിൽ വേറൊരാൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണ്ടേ? വഖഫിൽ മാത്രമല്ല, എല്ലാ ഉടമസ്ഥാവകാശത്തിന്റെയും അടിത്തറ അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കരിപ്പൂർ എയർപോർട്ടിലേക്ക് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ഒരു പ്രതിഷേധത്തിനകത്ത് ഇസ്ലാമിക് ബ്രദർഹുഡ് സ്ഥാപകന്റെ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അല്ല, അത് അവര് നടത്തിയതല്ല, അവരോടല്ലേ ചോദിക്കേണ്ടത്. ഞങ്ങള് അങ്ങനെ ഫോട്ടോ ഉയർത്തിയിട്ടില്ല, അതിനോടൊപ്പം പോയിട്ടില്ല, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുമില്ല. അല്ല, അവരെയൊക്കെ ഞങ്ങൾ കല്യാണത്തിലൊക്കെ സഹകരിക്കാറുണ്ട്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. വിമർശനം ഈ മതേതര ശൈലിനൊപ്പം നിർത്തി നടത്തുന്ന പ്രക്ഷോഭമാണല്ലോ മൊത്തപ്രക്ഷോഭം. അഭിപ്രായമുള്ളത് സ്വാഭാവികമായിട്ടും ഇത്തരം നീക്കങ്ങൾ, അതായത് ബ്രദർഹുഡ് പോലുള്ള ലോകരാജ്യങ്ങൾ തന്നെ അങ്ങനെ ഒരു ഭീകര ലിസ്റ്റിലോ കാണുന്ന ആളുകൾ, നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത് ഈ മതേതര ശൈലിനൊപ്പം നിർത്തുന്നതിന് തടസ്സമാണെന്നാണ് പറയുന്നത്. അങ്ങനെ അഭിപ്രായം ഞങ്ങളത് ഒരിക്കലും അനുകൂലിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. അത് ചെയ്തത് നല്ലതാണ്, നല്ല കാര്യമാണ് ചെയ്തതെന്ന് മുസ്ലിം ലീഗ് ഒരിക്കലും ന്യായീകരിച്ചിട്ടില്ല. അത് ഓരോ പാർട്ടിയും ചെയ്തത് അവരോട് ചോദിക്കണം. ഞങ്ങളതിൽ ഇടപെടാൻ തയ്യാറല്ല, ഞങ്ങൾ അതിന്റെ കൂടെ പോയിട്ടുമില്ല. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളത് അതുമായി യോജിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓരോ സംഘടനകളും അവരുടേതായ രീതിയിൽ നടത്തും. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് അവരോട് ചോദിക്കാം. ഞങ്ങളതിൽ ഇടപെട്ടിട്ടില്ല, ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നുമില്ല.